നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി ഇൻ മുംബൈ. നമ്മളെല്ലാവരും നിത്യമായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴുമായിട്ട് കഴിച്ചു വരുന്ന ഒരു ഫ്രൂട്ടാണ് പഴം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ വില കുറവിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്നും പഴം കഴിക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം? ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് നിത്യവും നമ്മൾ പഴം കഴിക്കണം എന്ന് പറയുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ഡയറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ധാരാളം വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബേഴ്സ് എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഫ്രൂട്ട്സിൻ്റെ ഒരു കാറ്റഗറി. ഇതിൽ തന്നെ നമ്മൾ പഴത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും, കാരണം നമുക്ക് വില കുറവിന് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ B6, വൈറ്റമിൻ എ എന്ന് പറയുന്ന ധാരാളം വൈറ്റമിൻസും, പൊട്ടാഷ്യം, മാംഗനീസ്, മഗ്നീഷ്യം എന്ന് പറയുന്ന മിനറൽസും, ഡയറ്ററി ഫൈബേഴ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഈ ഒരു കൊച്ചു പഴം. ഇതിൽ തന്നെ ഈ ഡയറ്ററി ഫൈബർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനത്തിനെ ധാരാളം നന്നായിട്ട് മെച്ചപ്പെടുത്തുന്നതിനും നല്ലൊരു കഴിവ് ഇതിനുണ്ട്. അതുപോലെ തന്നെ പഴത്തിനെ പറ്റി ധാരാളം ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്, ഡയബറ്റിക് പേഷ്യൻസിന് പഴം കഴിക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ പഴം കഴിച്ചു കഴിഞ്ഞാൽ തടി നന്നായിട്ട് കൂടുമോ എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആയുർവേദപരമായിട്ട് നമ്മൾ പഴത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഗുരു സ്നിഗ്ധ ശീത പ്രോപ്പർട്ടിയാണുള്ളത്. ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹെവിയാണ് അത് ഡൈജസ്റ്റ് ആവാനായിട്ട്. അതുപോലെ തന്നെ ഒരു ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം ശീതഗുണമായതുകൊണ്ട് ശരീരത്തിലൊരു ഒരു കൂളിംഗ് പ്രോപ്പർട്ടിയാണ് നമുക്ക് പഴം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് നൽകുക. ഇത്രയും അധികം പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വാതദോഷത്തിനെയും പിത്തദോഷത്തിനെയും നന്നായിട്ട് ശമിപ്പിക്കുന്നതിനും കഫദോഷത്തിനെ കുറച്ചൊന്ന് കൂട്ടാനും ഇത് സാധ്യതയുള്ളത് കൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് വേണം കഫദോഷമുള്ള ആളുകൾ എടുക്കാനായിട്ട്. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വാതദോഷം കൂടിയെന്ന് അറിയുമ്പോൾ, ശരീരത്തിൽ വാതദോഷം നന്നായിട്ട് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിലെ സ്കിന്നിലൊക്കെ നന്നായിട്ട് ഡ്രൈനെസ് തോന്നും, മുടിയിൽ ചെറിയൊരു ഡ്രൈനെസ് ഉണ്ടാകാനായിട്ട് തുടങ്ങും, ജോയിൻസിലൊക്കെ വേദന, എപ്പോഴും നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ചിന്തകൾ വരാനായിട്ട് തുടങ്ങും, ഒരു പേടി പോലെയൊക്കെ തുടങ്ങും. അപ്പം ഇത്രയും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വാതദോഷം കൂടി എന്നാണ് അർത്ഥം. ഇപ്പോൾ പിത്തദോഷം കൂടിയെന്ന് അറിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു എരിച്ചിൽ പോലെയൊക്കെ തുടങ്ങും, നന്നായിട്ട് സ്വെറ്റിങ്, അതായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നമുക്ക് നന്നായിട്ട് വിയർക്കാനൊക്കെ ആയിട്ട് തുടങ്ങും, നന്നായിട്ട് ദേഷ്യം തോന്നുക. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷം കൂടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ശരീരത്തിലുണ്ടാകുന്ന വാദത്തിനെയും പിത്തത്തിനെയും ശമിപ്പിക്കാൻ ഈ ഒരു പഴത്തിന് നല്ല കഴിവുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും ഒരു ശീതഗുണ പ്രോപ്പർട്ടി, അതായത് കൂളിംഗ് നേച്ചർ ആയിട്ടുള്ളത് കൊണ്ടും കഫത്തിനെ കുറച്ച് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പഴത്തിന്റെ മറ്റു ഗുണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വീര്യവർദ്ധക പ്രോപ്പർട്ടി ആയിട്ടും പുരുഷന്മാരിൽ സ്പേമിന്റെ ക്വാളിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും, സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഒരു വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും, ശരീരത്തിൻ്റെ സപ്തധാതുക്കളെ രസരക്ത, മാംസമേധ, അസ്ഥി, മജ്ജ, ശുക്ര എന്നീ പറയുന്ന സപ്തധാതുക്കളെ നന്നായിട്ട് നറീഷ് ചെയ്യുന്നതിനും, ഇപ്പം ശരീരത്തിന് എന്തെങ്കിലും വീക്ക്നെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറച്ച് മസിൽസിനെ ഒന്ന് ടോൺ ചെയ്യാനും നല്ലൊരു കഴിവാണ് പഴത്തിനുള്ളത്. ഇനി ഇതിന് മറ്റു ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഗുണമാണ് നമ്മുടെ ദഹനത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഈ പഴത്തിൽ ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മലത്തിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ കുറയ്ക്കുന്നതിനും ഇതിന് സഹായിക്കും. പണ്ട് മുതലുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെയ്തു വരുന്നതാണ്, നമുക്ക് വയറ്റിൽ നിന്ന് ശരിയായിട്ട് പോയില്ലെങ്കിൽ എല്ലാവരും പറയും പഴം കഴിക്കുക വയറ്റിൽ നിന്ന് പോകും എന്നുള്ളത് പറയാറൊക്കെ ഉണ്ട്. അതിന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ദഹനത്തിന് വളരെയധികം സ്മൂത്ത് ആക്കാനും സഹായിക്കും. രണ്ടാമത്തെ പഴത്തിൻ്റെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ലൊരു എനർജിയും അതുപോലെ തന്നെ വൈറ്റാലിറ്റിയും നൽകുന്ന ഒരു കാര്യമാണ്. പഴത്തിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ പഴം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഊർജ്ജമാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ കൂടുതലായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ, ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ബെനിഫിറ്റ് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം നിങ്ങൾ ജിം ആക്ടിവിറ്റിയിലൊക്കെ പോകുന്നതിന് മുന്നേ പഴം കഴിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഊർജ്ജം ബൂസ്റ്റ് ചെയ്യുന്നതിനും നമ്മുടെ മെന്റൽ അതുപോലെ തന്നെ ഇമോഷണൽ ക്ലാരിറ്റിക്കും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പഴം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ എല്ലുകളുടെ ബലത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ 40-50 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഒരു പഴം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഈ 40 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് ശരീരത്തിൽ പൊതുവെ കാൽഷ്യം നന്നായിട്ട് കുറഞ്ഞു വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലുകളുടെ ബലം പതുക്കെ ഇങ്ങനെ കുറയും. പഴത്തിലടങ്ങിയിരിക്കുന്ന
പൊട്ടാഷ്യം അതുപോലെ തന്നെ മെഗ്നീഷ്യം എന്ന് പറയുന്ന 2 മിനറൽസ് ഇത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നതിനും ബോൺസ് നന്നായിട്ട് സ്ട്രെങ്ത് ആക്കി വെക്കുന്നതിനും വളരെയധികം സഹായിക്കും. ഇതിൽ പൊട്ടാഷ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ കുറഞ്ഞു വരുന്ന കാൽഷ്യത്തിനെ നന്നായിട്ട് തടയുന്നതിനും മെഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബോൺസിനെ നന്നായിട്ട് സ്ട്രെങ്ത് ആക്കി വെക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതുകൊണ്ട് 40-50 വയസ്സ് കഴിയുകയാണെങ്കിൽ ഇത് പരമാവധി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ എല്ലുകളുടെ ബലം നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടി. ഇനി 4ാമത്തെ ഒരു ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ പഴം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റിനും നന്നായിട്ട് സഹായിക്കും. വെയിറ്റ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് അത് സഹായിക്കുക. വെയിറ്റ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുന്നതിനും. വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴം നമ്മളിപ്പോൾ കഴിക്കുകയാണെങ്കിൽ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്നൊരു ഫുള്ളായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. അതായത് വയറ് നിറഞ്ഞൊരു ഫീലിംഗ് തരും. ഇതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് പരമാവധി നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് ലോസിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് പഴം. ഇനി വെയിറ്റ് ഗെയിൻ്റെ കാര്യം എടുക്കുകയാണ്, അതായത് തടി കൂടാനായിട്ട് പഴത്തിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുമ്പോൾ നിങ്ങൾ പഴം എന്ന് പറയുന്നത് കുറച്ച് നെയ്യിൽ, പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്നീ പറയുന്ന കാര്യങ്ങളുടെ കൂടിയൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ആയിട്ടുള്ള വേയിലൂടെ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനും സഹായിക്കും. 5ാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ പഴം എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ അതുപോലെ തന്നെ ഹാർട്ട് ഫംഗ്ഷനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കിഡ്നി ഫംഗ്ഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ നന്നായിട്ട് ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനും നമ്മുടെ കിഡ്നിയിൽ കല്ലിൻ്റെ പ്രൊഡക്ഷനൊക്കെ വരികയാണെങ്കിൽ അതിനെ നന്നായിട്ട് നിയന്ത്രിക്കാനും ഇത് നല്ല രീതിയിൽ സാധിക്കും. അതുപോലെ തന്നെ കിഡ്നിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കുന്നതിനും പഴത്തിന് നല്ലൊരു കഴിവാണുള്ളത്. ഇനി നമ്മൾ ഹാർട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഡയറ്ററി ഫൈബർ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നതിനും പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു കാര്യം സോഡിയത്തിൻ്റെ ലെവൽ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നതിനും ഇതുമൂലം നമുക്ക് ഹൈ BP പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങളൊരു പഴം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഹാർട്ട് ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു കാര്യം. ഇനി അടുത്തൊരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഡയബറ്റിക് പേഷ്യൻസിന് പഴം കഴിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യം. ഡയബറ്റിക് പേഷ്യൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് അതുപോലെ തന്നെ സ്വീറ്റ്സിൻ്റെ ധാരാളമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. 2ാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ പഴത്തിൽ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ പഴം കഴിക്കാൻ പാടില്ലെന്നല്ല പറയുന്നത്. നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത് പരമാവധി കഴിക്കാതിരിക്കുക. കാരണം നന്നായിട്ട് പഴുത്ത പഴം കഴിക്കുമ്പോൾ ഷുഗർ നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ടാകും. ഒരു മീഡിയം, അതായത് പഴുപ്പ് അങ്ങനെ ആയിട്ടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ആ ഒരു പഴം കഴിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളൊരു കാര്യം. ഇനി നമ്മളിതിൻ്റെ എത്രത്തോളം ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും പഴം ശരിയായിട്ടുള്ള രീതിയിൽ കഴിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതായത് നിങ്ങളൊരു അഡൾട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ദിവസത്തിൽ 1-2 പഴം മാത്രം നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ നിങ്ങൾ ഫിസിക്കലി നന്നായിട്ട് ആക്റ്റീവാണ്, ജിമ്മിൽ നന്നായിട്ട് പോകുന്നുണ്ട്, ആക്ടിവിറ്റി ലെവലൊക്കെ നന്നായിട്ട് കൂടുതലുള്ളതാണെങ്കിൽ 2 മുതൽ 3 പഴം വരെ നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 1 പഴം തന്നെ ധാരാളമാണ്. പ്രായമായവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രായമായ ആളുകളാണ്, നിങ്ങൾ അധികം ആക്ടിവിറ്റി ഒന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ 1 പഴം തന്നെ കഴിച്ചാൽ മതിയാകും, ധാരാളമാണ്. ഇനി മറ്റൊരു തെറ്റ് ചെയ്യുന്നതാണ് പലരും, പാലും പഴവും മിക്സ് ചെയ്ത് സ്മൂതി പോലെ ഉണ്ടാക്കി കുടിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു തെറ്റും നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ആയുർവേദപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലും പഴവും നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വിരുദ്ധാഹാരമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പാല് എന്ന് പറയുന്നത് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പഴം എന്ന് പറയുന്നതും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും പലതരം പ്രശ്നങ്ങൾ ഭാവിയിൽ നിരന്തരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഭാവിയിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാക്കിയതുകൊണ്ട് ഈ ഒരു തെറ്റും നിങ്ങൾ ചെയ്യാതിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് രൂപേണ അറിയിക്കാനും കൂടി മറക്കരുത്. കാരണം നിങ്ങളുടെ ഒരു കമൻസ് ആണ് എനിക്ക് കുറച്ചൊരു മോട്ടിവേഷൻ നൽകുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് രൂപേണ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.